ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഉച്ചയ്ക്ക് കഞ്ഞി ആക്കിയാലോ? കാരണം ഇന്നലെ കിടന്നത് ലേറ്റായിട്ടാണ് ഗായ്സ്. പൈങ്കിളി കാണാൻ പോയിരുന്നു. അസാധ്യ എക്സ്പീരിയൻസ് ആയിരുന്നു. ത്രൂ ഔട്ട് ചിരിച്ച് അടിപൊളി മൂവിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും എല്ലാം പൊളിയായിരുന്നു ഗായ്സ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ചാണ് കേട്ടോ. അങ്ങനെ ഇന്നലെ കിടന്നപ്പോൾ ലേറ്റായി, അതുകൊണ്ട് എണീറ്റപ്പോഴും ലേറ്റായി. അപ്പോൾ രാവിലെ പിന്നെ അപ്പവും ചമ്മന്തിയും ഉണ്ടാക്കി അക്കുനെ പാക്ക് ചെയ്ത് വിട്ടു. പിന്നെ വീട് കുറേ വൃത്തിയാക്കാനുണ്ടായിരുന്നു. 2-3 ട്രിപ്പ് തുണി കഴുകാനുണ്ടായിരുന്നു. പിന്നെ 2.5 വയസ്സുള്ള കുട്ടിയുള്ള വീടിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയാക്കാമെന്ന് വെച്ചു. കാരണം ചോറ് വയ്ക്കുകയാണെങ്കിൽ ഞാൻ 2:30 മണിയായാൽ പോലും കയറൂല. അങ്ങനെ കഞ്ഞി വയ്ക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. കഞ്ഞി എന്ന് പറയുമ്പോൾ നിങ്ങൾ പുച്ഛിക്കേണ്ട, അടിപൊളി കഞ്ഞിയാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ആരും വെച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ ഉമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. റെസിപ്പി എന്ന് പറഞ്ഞാൽ, നമുക്ക് ചോറ് വേവിക്കാനുള്ള അരി എടുക്കുക. അരിയിലൂടെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പയറും ഇടുക. പിന്നെ കുറച്ച് ഉലുവ, പച്ച ഉലുവ, ഒരു പിടി ചെറിയ ഉള്ളി, പിന്നെ 2-3 വറ്റൽമുളക്. വറ്റൽമുളകാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇത്ര ഇട്ട് ഉപ്പ് ഇട്ട ശേഷം അടച്ച് വേവിക്കാൻ വെക്കുക. ഇനി നമുക്ക് കരുവാട് പൊരിക്കാം. കരുവാട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ പുരട്ടുന്നുണ്ട്, നിങ്ങൾ അന്തം വിടേണ്ട. പാത്രം കഴുകുന്ന കാര്യത്തിൽ വളരെ മടിയുള്ളതിനാലാണ് ഞാൻ പൊരിക്കാനുള്ള പാത്രത്തിൽ തന്നെ പുരട്ടാനും വെച്ചേക്കുന്നത്. അതത്രയും സെറ്റ് ചെയ്ത് നമുക്ക് അതിനെ പൊരിക്കാൻ വെക്കാം. അപ്പോഴേക്കും ഗായ്സ്, എൻ്റെ കുക്കർ വിസിലടിച്ചുള്ള വെള്ളമെല്ലാം തറയിൽ പോരുന്നു. യൂട്യൂബേഴ്സ് പറയുന്ന കണക്കിന് ഞാൻ അതിനകത്ത് സ്പൂണൊക്കെ ഇട്ടാണ് വെച്ചാൽ, എന്തുകൊണ്ടാണോ എന്തോ നിർഭാഗ്യവശാൽ ഫസ്റ്റ് വിസിലിൽ തന്നെ അതിൻ്റെ വെള്ളം എല്ലാം വെളിയിൽ പോയി. അപ്പോൾ പിന്നെ ഞാൻ ഈ വളയം ഇട്ട് വയ്ക്കും. ഇങ്ങനെയല്ലേ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നത്. അപ്പോൾ അതും സക്സസ് ആയില്ല. അവസാനം ഞാൻ ആ ക്ലോത്ത് അവിടെ തന്നെ ഇട്ടിരുന്നു. അങ്ങനെ ഒരു ട്രിപ്പ് ഫിഷല്ല കരുവാടൊക്കെ പൊരിച്ചിരുന്നു. അതിനുശേഷം ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ റമദാൻ നോമ്പ് തുടങ്ങുകയാണ്. അതുകൊണ്ട് ബാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ഇനി കിച്ചൺ മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ. അപ്പോൾ കിച്ചൻ്റെ ഈ കബോർഡുകൾ ക്ലീൻ ചെയ്യണം. ഇതെല്ലാം വൈറ്റ് കളർ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് അഴുക്കാവും. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ തുറന്ന് നോക്കി, സക്സസ് ആയില്ല. വീണ്ടും ഞാൻ വേവിക്കാൻ വെച്ചു. ഇനി എനിക്ക് കുറച്ച് തേങ്ങയും കൂടെ തിരികെ ചമ്മന്തി അരച്ചാലേ പണി പൂർത്തിയാവുള്ളൂ. ഒരിക്കൽ ഫ്രീസറിൽ വെച്ചിരുന്ന തിരികെ തേങ്ങയെടുത്ത് അതിസാഹസികമായി ചമ്മന്തി അരച്ച് എല്ലാം കുളമായി പോയതിനാൽ അതിനുശേഷം ഞാൻ ഇപ്പോൾ തേങ്ങ അപ്പോഴത്തേക്കുള്ളത് അപ്പോഴേ തന്നെ തിരുവി അരച്ച് ചമ്മന്തി അരയ്ക്കാറാണ് പതിവ്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ചമ്മന്തി സക്സസ് ആയി പോകുന്നു. നല്ല ഒരു അരമുറി തേങ്ങയ്ക്ക് തന്നെ നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ട്. കാരണം ഞാനായാലും മക്കുവായാലും ചമ്മന്തി തിന്നാൻ മിടുക്കരാണ്. അങ്ങനെ ഇനി നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഗായ്സ് ഇങ്ങനെ ചെയ്ത് നോക്കണം. കാരണം പ്ലേറ്റിൽ എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഈക്വൽ ആക്കിയ ശേഷം നമ്മൾ ജാറിൽ വെച്ച് ചമ്മന്തി അരച്ച് നോക്കൂ, വളരെ സക്സസ് ആവും. ഇതെൻ്റെ അമ്മായിയമ്മ എനിക്ക് പറഞ്ഞു തന്ന ടിപ്പാണ്. അപ്പോൾ നമുക്ക് ചമ്മന്തിയായി, കരുവാട് പൊരിച്ചതായി, എൻ്റെ കഞ്ഞിയും സെറ്റായിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെയും കുറച്ച് വെള്ളത്തിൻ്റെയും കുറവുണ്ടായിരുന്നു ഗൈസ്. അതുകൂടെ ആഡ് ചെയ്തപ്പം എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് കുടിക്കാനുള്ള സമയമായി. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ.